നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തിര വിമൻസ് അക്കാഡമി. Your first step to a successful career starts here. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭ മുൻകൂട്ടി അജണ്ട നൽകാതെ കൗൺസിൽ യോഗം ചേർന്നതിനും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയിട്ടും അജണ്ട അംഗീകരിച്ചതിനുമെതിരെ ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർക്കും പരാതി കൊടുത്ത പ്രതിപക്ഷം. മുൻകൂട്ടി അജണ്ട നൽകാതെ കൗൺസിൽ യോഗം ചേരുകയും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയിട്ടും അജണ്ട അംഗീകരിക്കുകയും ചെയ്ത ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിക്കെതിരെ ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർക്കും പരാതി നൽകി പ്രതിപക്ഷ പാർട്ടിക്കാർ. ഇന്നലെ നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിന്റെ അജണ്ട ഓൺലൈൻ സോഫ്റ്റ്വെയറായ സഹകാറിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയും കൗൺസിൽ ഹാളിൽ എത്തുന്നതുവരെ അജണ്ട നൽകാതിരുന്നതിനെതിരെയും പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളം വയ്ക്കുകയും വിയോജനക്കുറിപ്പ് നൽകി ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും ചേർന്ന ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർക്കും പരാതി നൽകിയത്. കേരള സർക്കാർ ഫണ്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിയും ഫണ്ടില്ല എന്ന് പറയുന്നതെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാവ് കൗൺസിലർ ജയരാജൻ പറഞ്ഞു. ഞങ്ങൾ അറിയിപ്പിക്കുകയുണ്ടായി. ഞാൻ UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ ഞാൻ ഇന്നലെ എൻ്റെ ലെറ്റർപാഡിൽ അതിൻ്റെ പ്രതിഷേധം കൗൺസിൽ ഹാളിൽ അറിയിപ്പിക്കുകയും ചെയർപേഴ്സൻ്റെ കയ്യിൽ ബൈ ഹാൻഡായിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റായി വാങ്ങിച്ച് അതൊരു പ്രതിഷേധമായി അറിയിപ്പിച്ച് അത് JDക്ക് അയച്ച് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മറ്റേ നഗരസഭയുടെ ഈ അസഹിഷ്ണുതയ്ക്ക് ഇവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നഗരസഭ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവരുടെ കഴിവില്ലായ്മ, അതുപോലെ തന്നെ നഗരസഭയുടെ ഇപ്പോൾ ഞങ്ങളൊരു ജാഥ നടത്തിയിട്ട് നഗരസഭയുടെ കെടുകാര്യസ്ഥതയും അസഹിഷ്ണുതയും എല്ലാം ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. ഇവരുടെ കഴിവില്ലായ്മ, അവിടെ എന്ത് ചോദിച്ചാലും ഫണ്ടില്ല. എന്താണോ കേരള സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നഗരസഭയും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും ഫണ്ടില്ല, ഒന്നിനും കൊടുക്കാൻ ഫണ്ടില്ല, അതുപോലെ തന്നെ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഫണ്ടുകളില്ല, ഒന്നുമില്ല. അപ്പോൾ പ്രതിഷേധിക്കുന്നവരെ വേറെ തരത്തിൽ കൂട്ടിക്കെട്ടി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണസമിതിയെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം. അനധികൃതമായി നടത്തിയ കൗൺസിൽ യോഗവും ഇതിൽ എടുത്ത തീരുമാനവും പരിശോധിക്കണമെന്നും ഇതിനായി പരാതി നൽകിയതായും BJP കൗൺസിലർ സജിത്ത് പറഞ്ഞു. ഒരു കൗൺസിൽ നോട്ടീസ് തരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ട അജണ്ടയോടൊപ്പമുള്ള ഡീറ്റെയിൽസുകളൊന്നും, ഏതൊക്കെ പദ്ധതികളാണ് ഭേദഗതി ചെയ്യുന്നത്, സ്പിൽ ഓവർ ആവുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി യാതൊരു സൂചനയും നൽകാതെ ഒരു കൗൺസിൽ നോട്ടീസ് മാത്രം തന്നുകൊണ്ടാണ് നഗരസഭ 14-ാം തീയതി യോഗം വിളിച്ചത്. സർക്കാർ നേരത്തെ തന്നെ പദ്ധതി റിവിഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയതാണ്. എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ഉത്തരവ് ഇറക്കി അത് കൈപ്പറ്റി നഗരസഭ യാതൊരു നടപടിയും ചെയ്യാതെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷന് സമർപ്പിക്കേണ്ട അവസാന തീയതി 15-ാം തീയതി, ഈ മാസം ജൂലൈ 15-ാം തീയതിയാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ തലേ ദിവസം 14-ാം തീയതി കൗൺസിൽ വയ്ക്കുകയും കൗൺസിൽ വെച്ചിട്ടും ഈ നോട്ടീസ് മാത്രമല്ലാതെ കൗൺസിൽ ചേർന്ന് അരമണിക്കൂറോളമായിട്ടും അജണ്ട തരാതെ കൗൺസിലർമാരെ അപമാനിക്കുകയാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമാനുസരണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സെക്രട്ടറി അടക്കം ഇതിന് കൂട്ടുനിന്നുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭയിൽ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള ഒരു കൗൺസിൽ യോഗം ചേർന്നിട്ടുള്ളത്. യാതൊരു കാരണവശാലും ഈ കൗൺസിൽ യോഗം എടുത്ത അജണ്ടയുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും അംഗീകരിക്കരുതെന്നും കൃത്യമായിട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ എല്ലാവരും ചേർന്ന് വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർക്കും അതുപോലെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർക്കും പാലക്കാട് തദ്ദേശ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർക്കും BJP കൗൺസിലർമാർ പരാതി നൽകിയിട്ടുണ്ട്.